അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണ MongoDB ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് MongoDB ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ കമ്മ്യൂണിറ്റി സെർവർ ഡൗൺലോഡ് ചെയ്യണം നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പോൾ അതിന് ആദ്യം എല്ലാവരും ക്രോം എടുക്കണം. ക്രോം എടുത്തിട്ട് MongoDB ഇൻസ്റ്റലേഷൻ ഇൻ വിൻഡോസ് കണ്ടല്ലോ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ MongoDB കമ്മ്യൂണിറ്റി എഡിഷൻ ഓൺ വിൻഡോസ് അതെടുത്തിട്ട് താഴത്തിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ MongoDB കമ്മ്യൂണിറ്റി എഡിഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളർ അതിന് ആദ്യം ഇൻസ്റ്റാൾ ഡൗൺലോഡ് ചെയ്യണം. അതിന് MongoDB ഡൗൺലോഡ് സെൻറ്റർ ഇവിടെ ഒരു ഹൈപ്പർ ലിങ്ക് ഉണ്ടാവും. അത് നിൽക്കണം. MongoDB ഡൗൺലോഡ് സെൻറ്ററിലായിട്ട് റീഡയറക്റ്റ് ആവും. അവിടെ നമുക്ക് ഇവിടെ MongoDB കമ്മ്യൂണിറ്റി എഡിഷൻ അവിടെ താഴത്തായിട്ട് ഇവിടെ ആയിരിക്കും. അതെ MongoDB കമ്മ്യൂണിറ്റി സെർവർ സെലക്ട് പാക്കേജ് വെച്ചിട്ടുണ്ടാവും. സെലക്ട് പാക്കേജ് നമ്മളിപ്പോൾ കറന്റ് എടുക്കുക, ഇത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവും. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്താ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ Mongo ഷെല്ലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. Mongo ഷെൽ ഇൻസ്റ്റാളേഷൻ. അപ്പോൾ അതിൽ ഇൻസ്റ്റാൾ Mongosh. അത് Mongoshും താഴത്തോട്ട് പോകുമ്പോൾ ഇൻസ്റ്റാൾ ഫ്രം MSI ഉണ്ടല്ലോ. ഇൻസ്റ്റാൾ ഫ്രം MSIയിൽ MongoDB ഡൗൺലോഡ് സെൻറ്ററിൽ പോവുക. അവിടെ നമുക്ക് ഇതുപോലെ തന്നെ MongoDB ഷെൽ ഡൗൺലോഡ് വെർഷൻ ഏറ്റവും പുതിയ വെർഷൻ. അത് സിപ്പ് വേണമെന്നില്ല, നമുക്ക് MSI എടുക്കാം. സിപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് എൻവയോൺമെൻറ്റ് വേരിയബിൾ ചെന്നിട്ട് പാത്ത് കൊടുക്കണം. MSI എടുക്കുകയാണെങ്കിൽ തന്നെ പാത്ത് തന്നെ ആയിക്കോളും. അതും ഡൗൺലോഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് MongoDB നമ്മൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഡൗൺലോഡ് ആവുന്ന രണ്ട് സാധനം നിൽക്കുമ്പോൾ തന്നെ അവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് വരും. നെക്സ്റ്റ് അടിച്ചിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്താൽ മതി ഈ രണ്ട് സാധനം. ഇത്രയേ ഉള്ളൂ.